ഹലോ, നമുക്കാണെങ്കിൽ ഇന്ന് ഹോസ്റ്റലിൽ ഒരു ഡേ മൈ ലൈഫ് നോക്കാവേ. നമുക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് മാറി കിടന്നുറങ്ങും. കാരണം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ തേർഡ് സെമ്മിൽ എക്സാം എല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ ഫോർത്ത് സെമ്മിൻ്റെ ക്ലാസ് ഒന്നും തുടങ്ങില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മാറി കിടന്നുറങ്ങി. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ കോളേജിലോട്ട് വിളിച്ചായിരുന്നേ. അപ്പോഴാണ് പിന്നെ എണ്ണിച്ചത്. അങ്ങനെ കോളേജിൽ പോയി നമുക്ക് റെക്കോർഡൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ റെക്കോർഡൊക്കെ എടുത്തിട്ട് വന്നേ. അപ്പം എൻ്റെ റെക്കോർഡ് ഇനി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പം അതും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റെക്കോർഡ് കൊണ്ടുവന്നവരും വന്നേ. അങ്ങനെ റെക്കോർഡൊക്കെ എടുത്തിട്ട് നേരെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഡ്രസ്സെല്ലാം മാറി വന്നിട്ട് നമുക്ക് ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് പോകണം. കാരണം ഇന്ന് നമ്മുടെ സീനിയേഴ്സിന് എക്സാം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളാണ് ഇന്ന് ഫുഡ് വിളമ്പാൻ വേണ്ടി നിന്നത്. അപ്പോൾ നമുക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് എപ്പോഴും ഫുഡ് കഴിക്കുന്ന ടൈം. അപ്പോൾ നമുക്കിന്ന് സാമ്പാറും ചോറും പിന്നെ വിഴുക്കുവരട്ടി ഉണ്ടായിരുന്നേ. വെണ്ടയ്ക്ക വിഴുക്കുവരട്ടി പിന്നെ പപ്പടം, ഇതൊക്കെയായിരുന്നു നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വിളമ്പാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ ഫുഡെല്ലാം കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അതിനകത്ത് ഇരിക്കുമായിരുന്നു. കാരണം എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ പരിപാടികളാണ് ഇനി എൻ്റെ പ്ലാനിലുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് ഞാനും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചോറും സാമ്പാറും പിന്നെ വിഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരും കൂടി മാറിപ്പോയിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നാണെങ്കിൽ തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ടെറസിൽ പോയി. ഇന്ന് ഇച്ചിരി മഴക്കോളില്ലാതിരിപ്പുണ്ട്. എപ്പോഴും ഇവിടെ മഴക്കോൾ കാണും, പക്ഷെ മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസമായി തുണി കഴുകിയിട്ട്. അങ്ങനത്തെ കുറച്ച് ദിവസം തുണിയെല്ലാം കൂടി ഒരുമിച്ച് കഴുകിയെല്ലാം വിരിച്ചിട്ട് നേരെ റൂമിലോട്ട് വന്നേ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെയും മാറിക്കിടന്നുറക്കം, അത്ര തന്നെ. പിന്നെ ഇത് രാത്രിയിലെ ഫുഡും കഴിച്ചിട്ട് ഇന്നത്തെ ഇതിലേ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്ര ഉള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.